അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് 4 പേർ വെന്തു മരിച്ച വാർത്തയിലേക്കാണ് വീണ്ടും പോകുന്നത്. സ്ഥലത്ത് നിന്നും സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഇന്ന് രാവിലെയായിരുന്നു ഈ സംഭവം എന്നാണ് അറിയാൻ കഴിയുന്നത്. അച്ഛനും അമ്മയും 2 കുട്ടികളുമാണ് വെന്തു മരിച്ചത്. ഏറ്റവും അവസാനമായിട്ട് എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമെന്ന് സംശയം, അല്ലെങ്കിൽ പോലീസ് പറയുന്നത് എന്തൊക്കെയാണ്? രജനി, ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് പ്രഭാത സവാരിക്ക് പോയ ചിലരാണ് ഇത് കാണുന്നത്. വീട്ടിൽ നിന്നും തീ ഉയരുന്നത് കണ്ട് അവർ ഉടൻ തന്നെ അഗ്നിശമന സേനയെ വിവരമറിയിക്കുകയായിരുന്നു. അഗ്നിശമന സേന എത്തി തീ അണച്ചപ്പോഴേക്കും 4 പേരും വെന്തു മരിച്ചിരുന്നു എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. താഴത്തെ മുറിയിൽ അമ്മ ഉറങ്ങിക്കിടന്നിരുന്നെങ്കിലും ഇതൊന്നും തന്നെ അറിഞ്ഞിരുന്നുമില്ല. ഇതിന് സമീപത്ത് ജാതിക്ക ഉണക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നാണ് തീ പടർന്നതെന്ന് ആദ്യം ധരിച്ചിരുന്നെങ്കിൽ പോലും അത് അല്ല എന്ന ഒരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് ബിനീഷ്, ഒപ്പം തന്നെ ഭാര്യ അനു, 2 മക്കൾ, അത് 3ാം ക്ലാസ്സിലും UKG-യിലും പഠിക്കുന്ന 2 കുട്ടികളുമാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയോടെയാണ് ഇത്തരത്തിൽ തീ പടർന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ നാട്ടുകാരുണ്ട്. നാട്ടുകാരോട് തന്നെ നമുക്ക് വിവരങ്ങളൊന്ന് ചോദിക്കും. ചേട്ടാ, ഇത് എങ്ങനെയാണ്, എപ്പോഴാണ് ഇത് അറിയുന്നത്? എന്തായിരുന്നു അഗ്നിശമന സേനയും മറ്റും എത്തുമ്പോഴത്തെ ഒരു അവസ്ഥ? രാവിലെ 4 മണിക്കാണ് ഇത് സംഭവിച്ചതായിട്ട് അറിയാൻ സാധിച്ചത്. തൊട്ട് ഇതിലൂടെ പോയ പത്രക്കാർ ഈ മുകളിൽ നിന്നുള്ള വെളിച്ചം, ഈ തീ പിടിക്കുന്ന വെളിച്ചം ജാതിയുമേക്ക് അടിച്ച സമയത്താണ് ഈ സാധനം ഇവിടെ ഇങ്ങനെ തീ പിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയുന്നത്. അറിഞ്ഞ ഉടൻ തന്നെ ഇവരുടെ താഴത്തെ തൊട്ടടുത്ത റൂമിൽ ഒരു ഗോഡൗണിലൊരു ഹിന്ദിക്കാരൻ, ഒരു ബായി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇവരുടെ തന്നെ ജാതിയുടെയൊക്കെ കാര്യങ്ങളായിട്ട്. അദ്ദേഹം പോയി ഇത് തുറക്കാനുള്ള ശ്രമമൊക്കെ നടത്തി, പക്ഷേ സാധിച്ചില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഏകദേശം 5 മണിയായപ്പോഴേക്കും ഫയർഫോഴ്സിൻ്റെ ആളുകൾ, ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി. ആ സമയത്ത് അത് തുറക്കാൻ സാധിച്ചില്ല. അവർ വന്നത് പൊളിച്ചപ്പോഴേക്കും തന്നെ ഓൾമോസ്റ്റ് എല്ലാം കത്തി അമർന്നിട്ടുണ്ടായിരുന്നു. ശേഷം പോലീസുകാരെത്തിയും ബാക്കി ഇതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ചേട്ടൻ സമീപവാസി, ചേട്ടനാണ് ആദ്യം ഇത് കയറി കാണുന്നത്? ആദ്യമായിട്ട് ഇവർ കിടക്കുന്ന റൂമിൻ്റെ വാതിൽ തുറക്കാൻ പറ്റാത്ത കാരണം എൻ്റെ ഔട്ട് ഇതിനകത്തേക്ക് വന്ന് ആദ്യമായിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ റൂമിലെ തീയായിരുന്നു. ഒരു ജനൽ തുറന്ന് കിടക്കണ്ടായിരുന്നു. അതിൽ തീ ഇങ്ങനെ പുറത്തേക്ക് തള്ളി കാരണം എനിക്ക് രക്ഷപ്പെടണം. അപ്പോൾ ഈ ജനലിൻ്റെ ചില്ലുകളൊക്കെ പൊട്ടി തുടങ്ങി. എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ പിന്നെ പുറത്തേക്ക് ഞാൻ ചാടണം. അത് കാരണം പിന്നെ അങ്ങനെ അതിൻ്റെ തിടക്കും വിട്ട് ഞാൻ അങ്ങനെ ഒഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകണം. അപ്പോഴത്തേക്കും തന്നെ മരണം സംഭവിച്ചു കാണാം. കാരണം ഞങ്ങൾ വിളിച്ചിട്ട് യാതൊരു റെസ്പോണ്ടും നടത്തുന്നില്ല. ഈ 2 കുട്ടികളും ഭാര്യയും ഭർത്താവും അവിടെ താമസിച്ചിരുന്നത്. അത് അമ്മ പറഞ്ഞറിയണം. അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ബെഡ് അടക്കം കിടന്ന് ഇങ്ങനെ റൂമിൽ തീയാണ്. എന്താ റൂമിലുള്ള എന്താണെന്നുള്ളത് നമുക്കൊന്നും അറിയാൻ സാധിക്കുന്നില്ല. മൊത്തം ഇങ്ങനെ കത്തി കിട്ടിയിരിക്കുകയാണ്. എന്താണ് ഈ ഒരു തീ പടരാനുള്ള സാഹചര്യം? എന്തെങ്കിലും ധാരണയുണ്ടോ? എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാം. ജാതിക്ക ഉണക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ട്, അതിൽ നിന്നാവാൻ സാധ്യതയുണ്ട്? ഇല്ല, അതില്ല. അത് അതിൻ്റെ പുറത്തുള്ള ഗോഡൗണും കാര്യങ്ങളൊക്കെയാണ്. അത് അതിനകത്തില്ല. കാരണം വീട് സെപ്പറേറ്റ് അല്ലേ. അത് അങ്ങനെ ഒരു ഇതില്ല. അമ്മച്ചി പറഞ്ഞത് 4 മണിക്ക് അമ്മച്ചി എഴുന്നേൽക്കും, പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേൽക്കും. അപ്പോൾ പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കൊച്ചുങ്ങളുടെ ഞരക്കം കേട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് അമ്മ മുകളിലേക്ക് ചെന്ന് വാതിൽമ മുട്ടി കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കണില്ല. ഈ അഴയമൊക്കെ തീ പിടിച്ചിരിക്കുന്നത് കണ്ടു. വേഗം പുള്ളിക്കാരൻ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഇവിടുത്തെ പണിക്കാരനെ വിളിച്ചു. അപ്പോൾ പണിക്കാരൻ വന്ന് നോക്കി കഴിഞ്ഞപ്പം പുള്ളിക്കാരനെ അടുക്കാൻ പറ്റണില്ല, അതേമാതിരി തീയായിരുന്നു. അത് കഴിഞ്ഞാണ് ഇവിടേക്ക് പുറത്തേക്ക് ഇറങ്ങി വിളിച്ച്. അപ്പോഴേക്കും ഞങ്ങൾ 5 മണിക്ക് നടക്കണ ഒരു 4-5 പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ വന്ന് ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ പേപ്പറിടാൻ വന്ന ഏലിയാസ്, അവൻ ഇവിടെ നിന്നുകൊണ്ട് എല്ലാവരും വിളിക്കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ എത്തി നോക്കിയിട്ടും ഒരു രക്ഷയില്ല. അങ്ങനെ നമുക്ക് വെള്ളമൊഴിക്കാനോ ഒരു അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത കണ്ടിട്ടിൽ എല്ലാം ഗ്ലാസ്സുകളും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഫയർഫോഴ്സിനെ അറിയിച്ച് അവർ വന്ന് അത്രയും കാര്യങ്ങൾ ചെയ്ത് ഇതായി. ഫയർഫോഴ്സ് വന്ന് തീ അണയ്ക്കുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു. അവരെ തുറന്ന വാതില അവർ, കാരണം ആർക്കും അടുക്കാൻ പറ്റില്ലായിരുന്നു. വെള്ളം അടിച്ചതിന് ശേഷമാണ് തീ ചെയ്തതിന് ശേഷമാണ് വാതിൽ പൊളിച്ചത്. ഇതുതന്നെയാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. പുലർച്ചെ 4 മണിയോടെയാണ് ഇങ്ങനെ തീ പടർന്നതായി അറിയുന്നത്. ആദ്യം അമ്മയെ അറിയുന്നു. അമ്മ പുറത്തു വന്ന് ആൾക്കാരെ വിളിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും പത്രം ഇടുന്ന ആളും അതോടൊപ്പം തന്നെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരും ഒക്കെ തന്നെ എത്തുകയും ഇതിനിടയിൽ ഇവിടുത്തെ ഒരു ജീവനക്കാരൻ തന്നെ ഇത് തുറക്കാൻ ശ്രമിക്കുന്നെങ്കിലും വലിയ തീ ആയതുകൊണ്ട് അതിന് സാധിച്ചിരുന്നില്ല. അതിനുശേഷമാണ് അഗ്നിശമന സേന എത്തി തീ അണയ്ക്കുകയും അകത്ത് കിടക്കുകയും ചെയ്യുന്നത്. അപ്പോഴേക്കും 4 പേരും മരിച്ചിരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പോലീസും എത്തിയിട്ടുണ്ട്. പോലീസ് ഇതിൻ്റെ മേൽ നടപടികൾ സ്വീകരിക്കുകയാണ്. ഇനി ഫോറൻസിക്കുകാർ കൂടി എത്തി പരിശോധനകൾ നടത്തിയ ശേഷമേ എന്താണ് ഈ തീ പടരാനുണ്ടായ സാഹചര്യം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രജനി.
സുധീഷ്, എപ്പോഴും ഈ അങ്കമാലിയിലെ ഈ വീടിന് തൊട്ടടുത്തുള്ളവർക്ക് പോലും ഈ ഞെട്ടൽ മാറിയിട്ടില്ല. കാരണം അത്രയ്ക്ക് സന്തോഷത്തോടെ ജീവിച്ച ഒരു കുടുംബമായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇത്തരമൊരു അപകടത്തിൽ എത്തിപ്പെട്ടതെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ജാതിക്ക ഡ്രൈവറിനാണ് തീപിടുത്തം ഉണ്ടായത്. പക്ഷേ ഇതൊന്നുമല്ല കാരണം. വീടിന് പുറത്താണ് അത് പ്രവർത്തിക്കുന്നത് പോലും. പിന്നെ എങ്ങനെയാണ് ഇത്രയും ഒരു വലിയൊരു തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണമെന്ന് പോലും അറിഞ്ഞിട്ടില്ല. രജനി, ഇത് ഈ ഒരു മുറിക്ക് മാത്രമാണ് തീ പിടുത്തമുണ്ടായിരിക്കുന്നത്. മറ്റു ഇടങ്ങളിലേക്കൊന്നും തന്നെ തീ പടർന്നതും ഉണ്ടായിരുന്നില്ല. ആ ഒരു മുറിയിൽ തീ പടർന്നത് തന്നെ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് തീ അണയ്ക്കുകയും ചെയ്തതുകൊണ്ട് തന്നെയാവാം പൂർണ്ണമായും വീട് കത്തി നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരുന്നത്. എന്തു തന്നെയായാലും വലിയ ഞെട്ടലാണ് ഈ പ്രദേശവാസികൾക്കെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം തൊട്ട് അടുത്തടുത്ത് വീടുകളുള്ളതാണ്. എന്നിട്ടും ആ വീട്ടുകാർ പോലും ഇത് അറിഞ്ഞിരുന്നുമില്ല. എന്നാൽ രണ്ട് പിഞ്ചു കുട്ടികളടക്കമാണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നതും UKG പഠിക്കുന്നതുമായ 2 കുട്ടികൾ മരിക്കുന്ന ഒരു സാഹചര്യം. അത് വലിയ ഒരു ഞെട്ടലോടെ തന്നെയാണ് ജനങ്ങൾ. കാരണം ഇപ്പോൾ ഇവിടുത്തെ MLAയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് MLAയോട് ഇതിൻ്റെ ഒരു എങ്ങനെയാണെന്നാണ് ഏതെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായെന്ന് വല്ലതും ധാരണ എത്തിയിട്ടുണ്ടോ? അങ്ങനെ സാധ്യതകളൊന്നും നമ്മൾ കാണുന്നില്ല. കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവർ നടത്തുന്ന ഈ ജാതിക്ക ഗോഡൗണിൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്നുണ്ടായിരിക്കുന്ന തീപിടുത്തം ജാതിക്ക ഗോഡൗണുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള ഈ 2 മുറികളിലാണ് തീ പിടിച്ചിരിക്കുന്നത്, പടർന്നിരിക്കുന്നത്. അപ്പോൾ അമ്മയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അമ്മയാണിത് ആദ്യം ശബ്ദം കേട്ട് മുകളിലേക്ക് ചെന്നപ്പോൾ അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പിന്നെ അകത്തേക്ക് കയറാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും നാട്ടുകാരൊക്കെ ഓടി വന്നു. രാവിലെ നടക്കാൻ ഇറങ്ങിയ ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നു. പിന്നെ ഫയർഫോഴ്സ് വന്ന് തീയൊക്കെ അണച്ചു. പക്ഷേ അപ്പോഴേക്കും 4 പേരുടെയും 4 ആളുകളും കത്തിക്കരിഞ്ഞ നിലയിൽ തന്നെയാണ് ഉള്ളത്. ബോഡിയെല്ലാം പൂർണ്ണമായിട്ടും കത്തിക്കരിഞ്ഞ നിലയിലാണുള്ളത്. ഇപ്പം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി എപ്പോഴത്തേക്കും തീരുമെന്നൊരു ധാരണയുണ്ട്? പോലീസ് എത്തിയിട്ടുണ്ട്. ഫോറൻസിക് ടീം വിശദമായിട്ടുള്ള പരിശോധന നടത്തി അത് പൂർത്തീകരിച്ച് ഇൻക്വസ്റ്റ് നടത്തി അതിനുശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോകും. എന്തു തന്നെയായാലും വലിയ ദാരുണമായ ഒരു സംഭവമായിരുന്നു ഇത്. പ്രദേശവാസികൾക്കെല്ലാം തന്നെ ഞെട്ടലുളവാക്കിയതുമാണ്. അതിലുപരി 2 പിഞ്ചു കുട്ടികളടക്കം വെന്തുമരിക്കുന്ന ഒരു സാഹചര്യം. ഇത് ആദ്യം ഈ ബിനീഷിൻ്റെ അമ്മ കാണുന്നുണ്ടെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലായിരുന്നു ഇവിടുത്തെ ജോലിക്കാരനുണ്ടായിരുന്നു. എന്നാൽ അവർക്കൊന്നും അങ്ങോട്ട് അടുക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിന്നിരുന്നത്. പിന്നീട് അഗ്നിശമന സേന എത്തി തീ അണച്ചതിന് ശേഷമാണ് അകത്തേക്ക് കടക്കാൻ കഴിയുന്നത്. അത്രയും നേരവും ഇത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ ആ അമ്മയ്ക്കും കഴിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അകത്ത് കിടക്കുമ്പോഴേക്കും 4 ജീവനുകളും നഷ്ടപ്പെട്ടിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ പ്രദേശവാസികളെല്ലാം തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട്. അതിലുപരി സ്ഥലം MLA അടക്കമുള്ള ജനപ്രതിനിധികളെല്ലാം എത്തിയിട്ടുണ്ട്. പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. ഇനി ഫോറൻസിക്കിൻ്റെ പരിശോധന അതിനുശേഷം ഇൻക്വസ്റ്റ് തയ്യാറാക്കി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ നടപടിക്രമങ്ങൾ പൂർത്തിയാവൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രജനി, ശരി, എന്തായാലും ഒരു കുടുംബത്തിലെ ആളുകളെയാണ്, പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കമാണ് തീ വിഴുങ്ങിയിരിക്കുന്നത്. ദാരുണമായ ഒരു സംഭവം തന്നെയാണ് അങ്കമാലിയിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായത്. തീപിടുത്തത്തിന് കാരണം എന്താണെന്നുള്ള കാര്യം വ്യക്തമല്ല. പോലീസും ഫോറൻസിക് വിദഗ്ധരും അടക്കം സ്ഥലത്ത് പരിശോധന നടത്തും. അതിനുശേഷം മാത്രമേ കൃത്യമായ കാരണം അറിയാൻ കഴിയുള്ളൂ. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. എന്തായാലും അങ്കമാലിയിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ ഞെട്ടലിൽ നിന്ന് വിട്ടു മാറിയിട്ടില്ല. സ്ഥലത്ത് ജനപ്രതിനിധികൾ ഒന്നടങ്കം എത്തിക്കൊണ്ടിരിക്കുകയുമാണ്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്തത്.